ബംഗ്ലാദേശ് ഉണ്ടാവുമോ ഉണ്ടാകത്തില്ലയോ എന്നുള്ളതല്ല. ഇപ്പം ഇപ്പോഴത്തെ വിഷയം മോശമാവുകയാണ്. അതിൻ്റെ കാരണവും കാര്യവും ഒന്നും നമുക്കറിയത്തില്ല. ഏതായാലും ഇപ്പോഴത്തെ കാര്യം എന്ന് പറഞ്ഞാൽ അവിടെ ഇലക്ഷൻ നടക്കാൻ തുടങ്ങുന്നു. ഇലക്ഷൻ മുടക്കേണ്ട ആവശ്യം ജമാഅത്തെ ഇസ്ലാമിയുടേതാണ് ആയതുകൊണ്ട് അവർ അവിടെ ഒരു പ്രക്ഷോഭം ഉണ്ടാക്കി മുന്നോട്ട് പോകുന്നു. ആ സമയത്ത് ഡേറ്റിന് ഇലക്ഷൻ നടത്തണ്ട, അല്ലെങ്കിൽ ഇലക്ഷൻ നടത്തിയാൽ BNP പാർട്ടി അവിടുത്തെ രഹസ്യ സർവേ റിപ്പോർട്ട് അനുസരിച്ച് വരും, അല്ലെങ്കിൽ അത് വേണ്ട എന്നുള്ളതായിരിക്കും. എന്തുവാണ് അതിൻ്റെ പുറകിൽ എന്താണെന്ന് അറിയത്തില്ല, അതാരാണെന്ന് അറിയത്തില്ല, അവസാനം എങ്ങനെ വരുന്ന തീരുമെന്ന് നമുക്കറിയത്തില്ല. എല്ലാം ഊഹിക്കാനേ പറ്റത്തുള്ളൂ. ഏതായാലും ഇന്ത്യക്കെതിരെ പറയുന്നവൻ്റെയൊക്കെ തല പൊട്ടി തെറിക്കുന്നുണ്ട്, അല്ലെങ്കിൽ തലയില്ലാതെ പോകുന്നുണ്ട്. സ്ഥാനാർത്ഥികളാവാൻ വേണ്ടി വിദ്യാർത്ഥി അല്ലെങ്കിൽ യുവജന നേതാക്കൾ ഉണ്ടാക്കിയ പാർട്ടി, നാഷണലിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാരാണ് ഇപ്പോൾ കൊന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ അവരെ കൊല്ലേണ്ട ആവശ്യമെന്ന് പറഞ്ഞാൽ ജമാഅത്തെ ഇസ്ലാമിക്കാണ്. കാരണം ശതമാനക്കണക്കാണെങ്കിലും കുറവാണ്. മത്സരിക്കുമ്പോൾ അവരുടെ വോട്ട് പിടിച്ചാൽ, ഇപ്പം BNP മത്സരിക്കുമെന്ന് വന്നിട്ടുണ്ടല്ലോ, വോട്ട് പിടിച്ചാൽ മറ്റുള്ളൂ. ഇപ്പം ഇതിനകത്ത് നമ്മൾ പറയേണ്ടതെന്ന് പറഞ്ഞാൽ വഷളാകുന്നു വിഷയം. കാരണം ഇന്ത്യയുമായിട്ട് ഇന്ന് ബംഗ്ലാദേശ് വ്യക്തത പറഞ്ഞിട്ടുണ്ട്, സാമ്പത്തിക കാര്യങ്ങൾക്കകത്തും അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾക്കകത്തും ഇന്ത്യ കടുത്ത തീരുമാനമൊന്നും എടുക്കരുത് എന്നുള്ള രീതി സംസാരിക്കുന്നതിൻ്റെ കൂടെ തന്നെ മറ്റ് ചില സംസാരങ്ങൾ കൂടി വരുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഹൈ കമ്മീഷണർമാരെ ബംഗ്ലാദേശ് തിരിച്ചു വിളിക്കാൻ പോകുന്നു. അതെന്ന് വെച്ചാൽ അങ്ങനെയൊന്നും ഒരു രാജ്യത്തിനകത്ത് യുദ്ധം നടക്കുന്ന കാലത്ത് പോലും അങ്ങനെ ചെയ്യാറില്ല. നമ്മളിപ്പോൾ ചെയ്തിട്ടുണ്ടോയെന്ന് പറഞ്ഞാൽ പാകിസ്ഥാൻ്റെ ഹൈ കമ്മീഷണർമാർ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും അവനുമായിട്ടുള്ള എല്ലാ പരിപാടിയും നിർത്തിയിട്ട് ഇപ്പോഴും നമ്മൾ കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ലല്ലോ.